ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സൊല്യൂഷൻ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കുകളാണ്. ഏതെല്ലാം ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്താണ് സൊല്യൂഷൻ, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സോലുബിലിറ്റി. എന്താണ് സോലുബിലിറ്റി? സോലുബിലിറ്റി എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. സോലുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട്. അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. സ്പെസിഫിക് കഴിഞ്ഞ് ഇവിടെ എമൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, സോലുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട്. അതിൻ്റെ മാക്സിമം എമൗണ്ട്, ഏത് സബ്സ്റ്റൻസിൻ്റെ ആണോ നമ്മൾ സോലുബിലിറ്റി കാണുന്നത് അതിൻ്റെ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. നമുക്ക് അറിയുന്ന വോള്യം ഉള്ള, അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന എന്താണ് വാല്യൂ ഉള്ള ഒരു സോൾവെൻറ്റ്, ഇത് മാസോ അല്ലെങ്കിൽ വോള്യം എന്ത് വേണമെങ്കിലും ആവാം, കറക്റ്റ് നമുക്ക് അളവ് അറിയാം. ആ സോൾവെൻറ്റിൽ എത്ര എമൗണ്ട് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ലയിച്ചിട്ടുണ്ട്. എന്ത് മാറാൻ പാടില്ല? ടെമ്പറേച്ചർ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സോൾവെൻറ്റിൽ മാക്സിമം എത്ര സൊല്യൂട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്, ആ ലയിച്ച് ചേരാനുള്ള സൊല്യൂട്ടിൻ്റെ ആ കഴിവാണ് അതിൻ്റെ സോലുബിലിറ്റി. മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് എന്തിൽ? നമുക്ക് അറിയുന്ന അളവുള്ള ഒരു സോൾവെൻറ്റിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സോലുബിലിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണ്, വെള്ളം എടുത്തു, അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഷുഗറോ സാൾട്ടോ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ലയിക്കും. അങ്ങനെ ലയിച്ച് അവസാനം ഒരു ചെറിയ പാർട്ടിക്കിൾ പോലും ലയിക്കാത്ത ഒരവസ്ഥ എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് അതിൻ്റെ സോലുബിലിറ്റി മാക്സിമം ആയിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ അത് മാക്സിമം എമൗണ്ടായി. ഓക്കെ, അപ്പോൾ അതാണ് സോലുബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സിനെയാണ് ഈ സോലുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത് ലയിച്ച് ചേരാനുള്ള കഴിവ് എന്തെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലൊന്നാണ് നേച്ചർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. ഇവിടെ ജനറലായിട്ട് നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സബ്സ്റ്റൻസ് ഏതാണ്? സൊല്യൂട്ടും സോൾവെൻറ്റും അല്ലേ ഉള്ളത് സൊല്യൂഷനിൽ. അപ്പോൾ അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെമ്പറേച്ചർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രഷർ. ഈ 3 കാര്യങ്ങളെയാണ് സോലുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കും. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഇതാണ് ഹെഡിങ്. ഇതിൻ്റെ മുൻപുള്ള ഹെഡിങ് സോലുബിലിറ്റി ആയിരുന്നു. ആ സോലുബിലിറ്റിയിൽ എന്താണ് സോലുബിലിറ്റി ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി വരുന്ന ഹെഡിങ് ആണ് ഇത്, സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ലിക്വിഡിൽ ലയിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഒരു സോളിഡ് ലിക്വിഡിൽ ലയിച്ച് ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സബ്സ്റ്റൻസിൻ്റെ നേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. ആ വാട്ടറിൽ നമ്മൾ കുറച്ച് NaCl അല്ലെങ്കിൽ സാൾട്ട് ആഡ് ചെയ്യാണ്, സ്റ്റിർ ചെയ്യാണ്. എന്ത് സംഭവിക്കും? അത് നന്നായിട്ട് ലയിച്ച് ചേർന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ നോക്ക്. നമ്മൾ എടുക്കുന്നത് ബെൻസീനാണ്. സോൾവെൻ്റ് ഏതാണ്? ബെൻസീൻ. അതിൽ നമ്മൾ കുറച്ച് NaCl ഇതേ സാൾട്ട് തന്നെ ആഡ് ചെയ്യുകയാണ്, ഷെയ്ക്ക് ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത്? അത് ലയിച്ച് ചേർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ലയിച്ച് ചേർന്നു, ഇവിടെ ഡിസോൾവ് ചെയ്യാതെ കിടക്കുകയാണ്. വീണ്ടും അവിടെ പറയുന്ന കാര്യം എന്താണ്? NaCl എന്തിൽ ഡിസോൾവ് ചെയ്തു? വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. പക്ഷേ NaCl ഏതിൽ ഡിസോൾവ് ചെയ്തില്ല? ബെൻസീനിൽ ഡിസോൾവ് ചെയ്തില്ല. ദെൻ വീണ്ടും നമ്മൾ വാട്ടർ എടുത്തു, അതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാൻ ലയിച്ച് ചേരും. ദെൻ നെക്സ്റ്റ് നമ്മൾ ബെൻസീൻ എടുത്തു. വീണ്ടും ബെൻസീനിൽ എന്ത് ചേർക്കുകയാണ്? ഷുഗർ ചേർക്കുകയാണ്. അത് ലയിക്കുമോ? അത് ലയിക്കാതെ അതിൽ കിടക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ? ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വാട്ടറിൽ ഷുഗർ ലയിച്ചു, ഏത് ലയിച്ചില്ല? ബെൻസീനിൽ ഏത് ലയിച്ചില്ല? ഷുഗർ ലയിച്ചില്ല.
വൈ, എന്താണ് റീസൺ നോക്കാം നമുക്ക്. ഇവിടെ സാൾട്ട് അല്ലെങ്കിൽ NaCl, പിന്നെ നമ്മൾ രണ്ടാമത് വാട്ടറിലേക്ക് ആഡ് ചെയ്തതാണ് ഷുഗർ. ഇതെല്ലാം പോളാർ സൊല്യൂട്ടാണ്. NaClഉം ഷുഗറൊക്കെ എന്താണ്? പോളാർ സൊല്യൂട്ടാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് സോൾവെൻ്റ് ആണ്? പോളാർ സോൾവെൻ്റ് ആണ്. അപ്പോൾ പോളാർ സോൾവെൻറ്റിൽ മാത്രമേ ഏത് ലയിക്കൂ? പോളാർ സൊല്യൂട്ട് ലയിക്കൂ. ഇവിടെ NaClഉം ഷുഗറും പോളാർ സൊല്യൂട്ടാണ്. പക്ഷേ ഇവിടെ എടുത്തിട്ടുള്ള ബെൻസീൻ എന്താണ്? നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഒരിക്കലും നോൺ പോളാർ സോൾവെൻറ്റിൽ ഏത് ലയിക്കില്ല? പോളാർ സൊല്യൂട്ട് ലയിക്കില്ല. ഈ പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻറ്റിൽ ലയിക്കൂ, അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട് ഏതിലാണ് ലയിക്കുക അത് നമുക്ക് നോക്കാം. നോൺ പോളാർ സൊല്യൂട്ടിന് ഏതിലാണ് ലയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ബെൻസീൻ എടുത്തു. ബെൻസീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നാഫ്തലീനാണ്. ഇത് രണ്ടും നോൺ പോളാറാണ്. നാഫ്തലീനും നോൺ പോളാറാണ്, ബെൻസീനും നോൺ പോളാറാണ്. എന്ത് ചെയ്തു? ലയിച്ച് ചേർന്നു. അപ്പോൾ നോൺ പോളാർ സൊല്യൂട്ട് ഏതിൽ ലയിക്കും? നോൺ പോളാർ സോൾവെൻറ്റിൽ ലയിക്കും. അഗെയിൻ വാട്ടർ എടുത്തു. നമ്മൾ എന്ത് ചെയ്യാണ്? അതിലേക്ക് നാഫ്തലിൻ ആഡ് ചെയ്യാണ്. ലയിക്കുമോ? ഇല്ല. കാരണം വാട്ടർ പോളാർ സോൾവെൻ്റ് ആണ്. നാഫ്തലീൻ എന്താണ്? നാഫ്തലീൻ നോൺ പോളാർ സൊല്യൂട്ടാണ്. അപ്പോൾ പോളാർ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ ഏത് ലയിക്കില്ല? നോൺ പോളാർ സൊല്യൂട്ടായിട്ടുള്ള നാഫ്തലീൻ ഡിസോൾവ് ചെയ്യില്ല. അവിടെ പറഞ്ഞ കാര്യം എന്താണ്? നാഫ്തലീൻ ബെൻസീനിൽ ഡിസോൾവ് ചെയ്തു, കാരണം രണ്ടും എന്താണ്? നോൺ പോളാറാണ്. പക്ഷേ എന്തിൽ ഡിസോൾവ് ചെയ്തില്ല? വാട്ടറിൽ നാഫ്തലീൻ ഡിസോൾവ് ചെയ്തില്ല. കാരണം എന്താണ്? വാട്ടർ ഈസ് എ പോളാർ സോൾവെൻറ്റ്. അഗെയിൻ ബെൻസീൻ എടുത്തു. നമ്മൾ ആന്ത്രസീൻ ആഡ് ചെയ്യണം അതിലേക്ക്. ഏതാണ് ആഡ് ചെയ്യണത്? ആന്ത്രസീൻ. രണ്ടും നോൺ പോളാറാണ്. എന്ത് ചെയ്യും? ലയിക്കും. പക്ഷേ വാട്ടറിലേക്കാണ് ആഡ് ചെയ്യണമെങ്കിലോ അത് ഡിസോൾവ് ചെയ്യില്ല. കാരണം എന്താണ്? ഇത് നോൺ പോളാറാണ്, വാട്ടർ എന്താണ്? പോളാറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആന്ത്രസീൻ ബെൻസീനിൽ ഡിസോൾവ് ചെയ്തു, പക്ഷേ വാട്ടറിൽ ഡിസോൾവ് ചെയ്തില്ല. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് പറയാം നമുക്ക്. നാഫ്തലീനും ആന്ത്രസീനും എന്ത് സൊല്യൂട്ടാണ്? നോൺ പോളാർ സൊല്യൂട്ടുകളാണ്. അത് ഏതിലെ ഡിസോൾവ് ചെയ്യൂ? നോൺ പോളാർ സോൾവെൻറ്റ്. ബെൻസീനൊക്കെ എന്താണ്? നോൺ പോളാർ സോൾവെൻ്റ് ആണ്. പക്ഷേ വാട്ടർ പോളാർ സോൾവെൻ്റ് ആണ്, അതുകൊണ്ട് ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ ഈ പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് എന്ത്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതതിൽ പറഞ്ഞിട്ടില്ല. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ് അതിന് പറയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നോക്കുക. അതിന് ഏത് ഓപ്ഷനാണ് ചേരുന്നത് അതെന്ത് ചെയ്യണം? അവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നോക്ക്. വെൻ എ സോളിഡ് സൊല്യൂട്ട് ഈസ് ആഡഡ് ടു ദ സോൾവെൻറ്റ്. ഒരു സോൾവെൻ്റ് ഉണ്ട്, അതിലേക്ക് ഒരു സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. സം സൊല്യൂട്ട് ഡിസോൾവ്. കുറച്ച് സൊല്യൂട്ട് എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഇൻ സൊല്യൂഷൻ. ആ സൊല്യൂട്ട് അതിൽ ലയിച്ച് ചേർന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിക്കണതിന് എന്താണ് പറയുക? അതിലേതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിക്കുന്നതാണ് ഏത്? ഡിസൊല്യൂഷൻ. ദെൻ സെക്കൻഡ് വൺ, സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ കൊളൈഡ് വിത്ത് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഗെറ്റ് സെപ്പറേറ്റഡ് ഔട്ട് ഓഫ് സൊല്യൂഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ചില സൊല്യൂട്ട് പാർട്ടിക്കിൾ ആ സൊല്യൂഷനിലുള്ളത് തമ്മിൽ കൊളൈഡ് ചെയ്യാണ്, സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് തന്നെ. എന്നിട്ട് അവരതൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്, ക്രിസ്റ്റൽസ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. ഏതാണ് ഇതിലുള്ള ഓപ്ഷൻ? ക്രിസ്റ്റൽസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് ഏതാണ്? ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ്? ക്രിസ്റ്റലൈസേഷൻ. ഇനി അടുത്തത് നോക്കൂ. അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് the number of solute particle going into the solution will be equal to solute particles separating out. സൊല്യൂഷനിൽ ലയിച്ച് ചേരുന്നതിൻ്റെ അളവും ആ സൊല്യൂഷന് പുറത്തേക്ക് വരുന്ന പാർട്ടിക്കിളിൻ്റെ അളവും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എന്താവുകയാണ്? ഈക്വൽ ആയിട്ട് മാറുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരുപോലെ നടക്കുന്നത് ഏതാണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അതാണ് ഈക്വിലിബ്രിയം. അപ്പോൾ ഡൈനാമിക് ഈക്വിലിബ്രിയമാണ് അതിൻ്റെ ഓപ്ഷൻ. ദെൻ നാലാമത്തെ, നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും ഒന്നും മാറാതിരിക്കുമ്പോൾ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ പിന്നെ എന്ത് ഡിസോൾവ് ചെയ്യുന്നില്ല? സൊല്യൂട്ടിന് ലയിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ ലയിക്കാൻ പറ്റണതിൻ്റെ മാക്സിമം സൊല്യൂട്ട് ലയിച്ചിട്ടുണ്ട്. പിന്നെ സൊല്യൂട്ട് എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. അങ്ങനെയുള്ള സൊല്യൂഷന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ പറയുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദെൻ
അങ്ങനെയാണെങ്കിൽ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾഡ് ഇൻ എ സൊല്യൂഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. കൂടുതൽ സൊല്യൂട്ട് പിന്നെയും ലയിക്കുമെങ്കിൽ അതിനെന്താ പറയുക? അപ്പോൾ ലയിക്കുമെങ്കിൽ അതെന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഇറ്റ്സ്, അതായത് ലയിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സൊല്യൂട്ട് ലയിച്ചതല്ലേ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ സോലുബിലിറ്റി. അതൊന്നും നമ്മൾ സോലുബിലിറ്റിയുടെ എന്തായിട്ട് പറഞ്ഞ്? സോലുബിലിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഫാക്ടർ, ഇപ്പോൾ നമ്മൾ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആണ് പറഞ്ഞത്. അടുത്ത ഫാക്ടർ ഏതാണ്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. അതിന് പ്രോസസ്സ് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് എക്സോതെർമിക് പ്രോസസ്സ്, എന്താണ് എൻഡോതെർമിക് പ്രോസസ്സ്? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്ത് വിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട് അല്ലേ, അതാണ് എന്ത്? എക്സോതെർമിക്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഹീറ്റ് പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയണ്ടേ? ദെൻ ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടണ്ടേ? അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക? ഇവിടെ ഫസ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ ഫസ്റ്റ് പറയുന്നത് സോഡിയം വാട്ടറും തമ്മിൽ കൂടിച്ചേർന്ന് NaOH ഉണ്ടാവുകയാണ്, H2 ഉണ്ടാവുകയാണ്, ഹീറ്റ് പുറത്ത് വിടുകയാണ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷനാണിത്. എക്സോതെർമിക് ആണ് റിയാക്ഷൻ എങ്കിൽ ഫോർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദ സോലുബിലിറ്റി ഈസ് ഓൾസോ ഇൻക്രീസസ്. ഇവിടെ പറഞ്ഞ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത സോലുബിലിറ്റി ഓൾസോ ഇൻക്രീസസ് എന്നാണ്. അത് ചെറിയൊരു മാറ്റമുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഡിക്രീസസ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയ ചേഞ്ച് വന്നതാണ്. താഴെ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ΔH നെഗറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സിൽ ഹീറ്റ് അരോമാർക്കിൻ്റെ റൈറ്റ് സൈഡിലല്ലേ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്, അല്ലെങ്കിൽ ΔH നെഗറ്റീവ് ആണ്. അങ്ങനെ ആവുമ്പോൾ സോലുബിലിറ്റി എന്താ ചെയ്യുക? ഡിക്രീസസ് ആണ്. ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്. ഇവിടെ സോലുബിലിറ്റി ഇൻക്രീസസ് എന്നാണ്, അത് കറക്റ്റ് അല്ല, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ. അപ്പോൾ എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോലുബിലിറ്റി എന്താണ് ചെയ്യുക? കുറയാണ് ചെയ്യുക. കാരണം ഹീറ്റ് പുറത്ത് പോവുകയാണ് വേണ്ടത്. ഹീറ്റ് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കല്ലേ നമ്മൾ വേണ്ടത്. ഹീറ്റ് കുറയണമെങ്കിൽ ടെമ്പറേച്ചർ കുറയണ്ടേ? അപ്പോൾ സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ് കറക്റ്റ്. ഇത് കറക്റ്റാണ്. ഇവിടെ ഇൻക്രീസ് അല്ല, എന്താണ്? ഡിക്രീസ് ആണ്. ഓക്കെ. ദെൻ കാൽഷ്യം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ. എന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഹീറ്റ് കൂടുതലല്ലേ വേണ്ടത്. ഹീറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കിട്ടുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ സോലുബിലിറ്റി കൂടുക. അപ്പോൾ സോലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഇവിടെ ഡിക്രീസ് അല്ല വരിക, ഇൻക്രീസ് ആണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയതാണ്. ഇവിടെ ഡിക്രീസും ഇവിടെ ഏതാ വരിക? ഇൻക്രീസും. അത് കറക്റ്റായിട്ട് ഇവിടെ താഴെ പറയുന്നുണ്ട്. ΔH പോസിറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആണെങ്കിൽ സോലുബിലിറ്റി എന്ത് ചെയ്യും? സോലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് സോലുബിലിറ്റി നന്നായിട്ട് കൂടുകയാണ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. എന്താണെങ്കിൽ? പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ. ക്ലിയർ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സോതെർമിക് ആണ് റിയാക്ഷൻ എങ്കിൽ ടെമ്പറേച്ചർ എന്താണ്? കുറയുമ്പോഴാണ് സോലുബിലിറ്റി കൂടുക. ദെൻ എൻഡോതെർമിക് ആണ് പ്രോസസ്സ് എങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? മിക്കവാറും സോളിഡ് സൊല്യൂട്ടുകളാണെങ്കിൽ വാട്ടറിൽ ലയിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് സൊല്യൂഷൻ്റെ അതിലുള്ള സോലുബിലിറ്റി എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നന്നായി ചൂടാക്കി കഴിഞ്ഞാലാണ് സൊല്യൂട്ട് നന്നായിട്ട് ലയിക്കുക എന്നാണ് പറയുന്നത് കോമൺ കേസുകളിലെല്ലാം. അതായത് സോളിഡ് സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന കേസുകളിലെല്ലാം. ഓക്കെ. ദെൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എഫക്റ്റ് ഓഫ് പ്രഷർ. മൂന്നാമത്തെ ഫാക്ടർ ഏതായിരുന്നു? പ്രഷർ. പ്രഷറിന് ഇവിടെ ഇമ്പോർട്ടൻസ് കുറവാണ്. കാരണം എന്താണ്? ഇത് സോളിഡും ലിക്വിഡുമാണ്. സോളിഡും ലിക്വിഡും എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്, ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്തിന് ഇമ്പോർട്ടൻസ് ഇല്ല?
പ്രഷറിന് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ പ്രഷറിന് എഫക്റ്റ് ഇല്ല എന്തിൽ സോലുബിലിറ്റിയുടെ കേസിൽ. അപ്പോൾ ഏതിൻ്റെ കേസിലായിരിക്കും പ്രഷറിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക? ഗ്യാഷ്യസ് സിസ്റ്റത്തിലാണ് പ്രഷറിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. കാരണം ഗ്യാസ് എന്താണ്? കംപ്രസിബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ആയിരുന്നു. ഇനി പുതിയ ടോപ്പിക്കാണ് സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അവിടെ ലോസ് ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. ഇവിടെ ഫിഷ്, ഫ്രോഗ്, അതുപോലെ പ്ലാന്റ്സ്, ഇതൊക്കെ എന്താണ്? അക്വാട്ടിക് ലൈഫാണ്. അതായത് വെള്ളത്തിൽ എന്താണ് കഴിയുന്നതാണ്. വെള്ളത്തിലെ ഓക്സിജൻ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്തിട്ടാണ് ഇവർ, അല്ലെങ്കിൽ ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വാട്ടറിൽ എന്തുള്ളതുകൊണ്ടാണ് ഈ ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത്? വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ്ഡ് ആണ്. ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഏത്? ഫിഷ്, ഫ്രോഗ്, അതുപോലെ വാട്ടറിലുള്ള പ്ലാന്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജനാണ്. ദെൻ ഇത് സോഡ വാട്ടറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് പോകും, അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഹൈ പ്രഷറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്തിട്ട് ആ ബോട്ടിൽ സീൽ ചെയ്യാണ്. അപ്പോൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത ആ പ്രഷർ കാരണം എന്താണ്? ആ ഗ്യാസുകളെല്ലാം എന്ത് ചെയ്യാണ്? അത്രയും പ്രഷറിലാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത ആ ഗ്യാസ് പ്രഷർ ഈക്വൽ ആവാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിതൊന്ന് മനസ്സിലായത്? സോഡ വാട്ടർ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ലിക്വിഡിൽ ഗ്യാസ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ഗ്യാസ് ഡിസോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ അപ്ലൈ ചെയ്യണം? പ്രഷർ അപ്ലൈ ചെയ്യണം. ഇനി പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലാണ് ഇത് ഇൻക്രീസ് ചെയ്യുക, സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. നന്നായിട്ട് പ്രഷർ കൊടുത്താൽ നന്നായിട്ട് ഗ്യാസ് ഡിസോൾവ് ചെയ്യും. നമുക്കറിയാം, ചില സോഡ ബോട്ടിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് അധികം പുറത്തേക്ക് വരില്ല, അത്ര എഫക്റ്റീവ് ആവില്ല അത്. പക്ഷേ ചിലതിൽ എന്താണ്? നന്നായിട്ട് ഗ്യാസ് ഉണ്ടാവും, എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പ്രഷർ എത്ര കൊടുത്തിട്ടുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ടാണ് CO2 ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫക്റ്റീവ് ആയിരിക്കും. അത് നന്നായിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ടിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് ഗ്യാസ് വരും. ഓക്കെ, അപ്പോൾ ഹൈ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലയിച്ചിട്ടുള്ള ഗ്യാസിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലിസൺ, ഇവിടെ ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് വാട്ടറാണ്. അതിൽ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉണ്ട്. ഒരു പിസ്റ്റൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് പ്രസ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ് ഇത് ഗ്യാഷ്യസ് മോളിക്യൂൾ ഉള്ളത്. ദെൻ നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഗ്യാസ് ഒന്നും കൂടി എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലേക്ക് കംപ്രസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ അതിരിക്കുന്ന വോള്യം കുറയാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാഷ്യസ് മോളിക്യൂള് ആ സൊല്യൂഷനിൽ യൂണിറ്റ് വോള്യത്തിലുള്ളത്, അതായത് ഒരു വോള്യം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഗ്യാസിൻ്റെ അളവ് കൂടുതൽ ചെയ്യുക. കാരണം അത് താഴേക്ക് വന്ന എന്താണ്? പെർട്ടിക്കുലർ വോള്യത്തേക്ക് ചുരുങ്ങുകയാണത്. അപ്പോൾ കുറച്ച് വോള്യം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഈ പാർട്ടിക്കിളിൻ്റെ ഗ്യാസിൻ്റെ എണ്ണം കൂടുതൽ ചെയ്യുക. ഈ കേസിൽ ഒരുപാട് സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ഗ്യാസ്. ഇതെന്താണ്? പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് വരികയാണ്. അപ്പോൾ ഗ്യാസ് എന്ത് ചെയ്യാണ്? കുറച്ച് വോള്യത്തേക്ക് ചുരുങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ വോള്യത്തിൽ കൂടുതൽ ഗ്യാഷ്യസ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ എന്താണ്? ഒരു ഈക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. അതായത് പുറത്തുള്ള ഗ്യാസും ഉള്ളിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഗ്യാസും തമ്മിൽ എന്തിലെത്തിച്ചേരും? ഒരു ഈക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഹെൻറി. ഈ ഹെൻറി പറഞ്ഞ ലോ ആണ് ഇത്, ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? സിമ്പിളാണ്. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രഷറും ലയിച്ച് ചേർന്ന ഗ്യാസിൻ്റെ അളവും എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷനാണ്. സോലുബിലിറ്റി ഗ്യാസിൻ്റെ കൂടും എപ്പോൾ? പ്രഷർ അപ്ലൈ ചെയ്താൽ. അത് നമ്മൾ ഈക്വേഷനായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റം വരുത്തി പറയുകയാണ്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ, ഗ്യാസ് ആകുമ്പോൾ എന്താണ്? വേപ്പർ ഫേസ് ആവണ്ടേ. അപ്പോൾ വേപ്പർ ഫേസിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്താണ്? അതിന് നമ്മൾ സിമ്പിൾ P എന്ന് കൊടുത്തു. ആ പ്രഷർ എന്തിന് പ്രപ്പോർഷനിലാണ്? പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തിൽ? ഇൻ ദ സൊല്യൂഷൻ. അതായത് ഇവിടെ കൊടുത്ത പ്രഷറാണ്
ഇതിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യാൻ കാരണം ഈ കൊടുത്ത പ്രഷറും ഇവിടെ ലയിച്ചിട്ടുള്ളതിൻ്റെ അളവ്, അതായത് മോൾ ഫ്രാക്ഷനും എന്താണ്, ഡയറക്റ്റ് പ്രപ്പോർഷനാണ്. കുറച്ച് പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക, കുറച്ച് മാത്രമേ ലയിക്കൂ, കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ ലയിക്കും. അപ്പോൾ പി പ്രപ്പോർഷണൽ ടു ഇവിടെ മോൾ ഫ്രാക്ഷൻ, അതാണ് സിമ്പിൾ. മോൾ ഫ്രാക്ഷൻ്റെ സിമ്പിൾ കൈ ആണ്, നമ്മുടെ എക്സ് പോലെയാണ് എഴുതിയിട്ടുള്ളത്, കുറച്ച് വ്യത്യാസമുണ്ട്. കൈ പി പ്രപ്പോർഷണൽ ടു കൈ എന്നാണ് ഈക്വേഷൻ വരിക. ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ പി പ്രപ്പോർഷണൽ ടു കൈ. പി എന്ന് പറഞ്ഞാൽ എന്താണ്, പാർഷ്യൽ പ്രഷർ, കൈ എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ സൊല്യൂഷനിലുള്ളത്. ഇനി നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈന് ഒഴിവാക്കുകയാണ്. നമുക്കറിയാം പ്രപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോയിൽ യൂസ് ചെയ്ത കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് പറയുന്ന പേരാണ് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ്. where kh is called Henry's law constant. Therefore P equal to kh into chi. ഓരോ ഗ്യാസുകൾക്കും കെ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, കെ എച്ചും കൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പി കിട്ടുന്നത്. അപ്പോൾ കെ എച്ച് കുറഞ്ഞാൽ ഏത് കൂടണം, കൈ എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി കൂടണം. അപ്പോൾ സോലിബിലിറ്റി കൂടാൻ കെ എച്ച് എന്ത് ചെയ്താൽ മതി, കുറഞ്ഞാൽ മതി. ഇനി കെ എച്ച് കൂടിയാൽ അപ്പോൾ എന്ത് കുറയും, കൈ എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരിക, ഡയറക്റ്റ് പ്രപ്പോർഷൻ അല്ലേ. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തതും ഇൻക്രീസ് ചെയ്യണം. ഇവിടെ നമ്മൾ പി പാർഷ്യൽ പ്രഷറും താഴെ നമ്മൾ കൈ മോൾ ഫ്രാക്ഷൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് പ്രപ്പോർഷനാണ്, അതുകൊണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് ഇൻക്രീസ് ചെയ്യണം. ഗ്രാഫ് എങ്ങനെ വരിക അല്ലേ, മോളിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടാണ് വരിക. ആ ക്വസ്റ്റ്യൻ ആണ്, ഇത് പബ്ലിക്കിന് ചോദിച്ചിട്ടുണ്ട്. അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ അറ്റ് കോൾഡ് വാട്ടർ, വൈ? എന്തുകൊണ്ടാണ് കോൾഡ് വാട്ടറിൽ അക്വാട്ടിക് ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത്? റീസൺ എന്താണ്, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അവിടെ ഓക്സിജൻ്റെ സോലിബിലിറ്റി കൂടുതലായിരിക്കും വാട്ടറിൽ, ഓക്സിജൻ്റെ അതുപോലെ പിന്നെ ഏതാ നൈട്രജൻ്റെ ഒക്കെ, ഓക്സിജനാണ് അതിൽ വേണ്ടത്. അത് അപ്പോൾ അക്വാട്ടിക് സ്പീഷീസിന് ഏത് അവൈലബിൾ ആണ്, മോർ ഓക്സിജൻ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അത് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. വാം വാട്ടർ ആയാൽ അല്ലെങ്കിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസൊക്കെ എസ്കേപ്പ് ചെയ്ത് പോവും, അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. ഓക്കെ, ദെൻ ഇത് സോലിബിലിറ്റി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു ടേബിളാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു സോഡ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഹൈ പ്രഷറിലാണ് CO2 ഡിസോൾവ് ചെയ്യുന്നത് ഇതിൽ വാട്ടറിൽ. അപ്പോൾ എന്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം, ഹെൻറീസ് ലോ. കൂടുതൽ പ്രഷർ കൊടുത്താലാണ് കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുക. ഇനി സ്ക്യൂബ ഡൈവേഴ്സ്. എന്താണ് സ്ക്യൂബ ഡൈവേഴ്സ്? സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ സീ വാട്ടറിൽ കടലിൻ്റെ അടിയിലേക്ക് എന്താണ് പോകുന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് ഫിഗറിൽ കാണുന്നത്. അവരുടെ ബാക്കിൽ ഒരു സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ സാധാരണ അണ്ടർ വാട്ടറിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ കൂടുതലായിരിക്കും. നമ്മളുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത ഗ്യാസിൻ്റെ പ്രഷർ കൂടിക്കൂടി വരും. നൈട്രജൻ ഓക്സിജൻ ഇതൊക്കെ എന്താണ്, പ്രഷർ കൂടിക്കൂടി വരും. എപ്പോഴാണോ ആ ആൾ ഔട്ട്സൈഡ് വരുന്നത്, സീ വാട്ടറിൽ മുകളിൽ വരുന്നത്, അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ആ പ്രഷർ കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ബ്ലഡിലൊക്കെ എന്താണ് ഡിസോൾവ് ചെയ്ത ഗ്യാസുകൾ പുറത്തേക്ക് വരികയല്ലേ. അങ്ങനെ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് നൈട്രജൻ ഗ്യാസിൻ്റെ ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെ അത് ബ്ലഡിൻ്റെ കാപ്പിലറീസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ കാപ്പിലറീസ് ബ്ലോക്ക് ആവുമ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. അതിനെയാണ് ബെൻഡ് എന്ന് പറയാം. ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ബെൻഡ്. ആ പെയിൻഫുൾ എഫക്റ്റ് ബെൻഡ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സിലിണ്ടറിൽ, ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ്റെ കൂടെ നൈട്രജനും അത് കൂടാതെ ഹീലിയം ഗ്യാസ് മിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്തൊഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞിട്ടുള്ള ബബിൾസ് ഉണ്ടാവുന്നതും അത് കാരണമായിട്ടുള്ള ഏത് പെയിൻഫുൾ എഫക്റ്റ് ആയിട്ടുള്ള ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അടുത്ത ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ ബ്ലീഡിങ് കോസ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്, വൈ? നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും, മൂക്കുന്നൊക്കെ എന്താണ്, ബ്ലഡ് വരാൻ കാരണമാവും. എന്താണ് റീസൺ? ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മളെ സമുദ്രനിരപ്പിനേക്കാൾ പ്രഷർ വളരെ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിലാവും ബ്ലഡിൻ്റെ പ്രഷറാവും കൂടുതൽ, ഡിസോൾവ് ചെയ്ത ഗ്യാസ് ആവും കൂടുതൽ. അപ്പോൾ ആ ഗ്യാസുകൾ ഔട്ട്സൈഡ് വരാൻ ശ്രമിക്കും, ബ്ലഡിൻ്റെ
സെല്ലുകൾ, ആ സെല്ലിൻ്റെ വാളൊക്കെ എന്ത് ചെയ്യും, അപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ബ്ലഡ് ഔട്ട്സൈഡ് വരുന്നത്. അപ്പോൾ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, അതുപോലെ ആൾ വീക്കാവും, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതിനെയാണ് നമ്മൾ, അങ്ങനെ വീക്കായിട്ട് മാറുന്ന ആ അവസ്ഥേനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് പറയുകയാണ് ഇതിൻ്റെ ഹെൻറീസ് ലോ എന്നുള്ള ലോയുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. അതിൽ ആപ്ലിക്കേഷനും മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ട്. ഇനി ഒരു എഫക്റ്റും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രഷറാണ് പറഞ്ഞു, ഇനി ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത്. ടെമ്പറേച്ചർ ഓൾറെഡി നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അക്വാട്ടിക് ലൈഫ് വെച്ചിട്ട്. ഒന്നുകൂടെ പറയാണ്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ലിക്വിഡ്, അതിൽ ഗ്യാസ് ഉണ്ട്. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസൊക്കെ പുറത്തേക്ക് പോകും. കാരണം എന്താണ്, ആ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും, അവരുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്താൽ അവരുടെ സോലുബിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹെൻറീസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ.